യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തവരായി ആരും ഉണ്ടായില്ല. എന്നാൽ യാത്ര ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കുറവുമാണ്. ഇവിടെ ബഹ്റൈനിൽ ഒരു യാത്രാപ്രേമിയുണ്ട്. സ്ഥിരമായി യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 10-17 രാജ്യങ്ങളോളം സഞ്ചരിച്ചു കഴിഞ്ഞ ചെർപ്പുളശ്ശേരി സ്വദേശി കൃഷ്ണദാസ് അല്ലെങ്കിൽ ദാസ് ബ്രോയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദാസ്, നമസ്കാരം. താങ്ക് യു പ്രതിവേട്ടാ. താങ്ക് യു സോ മച്ച്. യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. തീർച്ചയായിട്ടും യാത്രാ അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മളിപ്പോൾ അവസാനം സംസാരിച്ച ഒരു വിഷയം, ഒരു അവസാനം നടത്തിയൊരു യാത്ര, സൗദി അറേബ്യയിൽ നമ്മളധികം കാണാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്ന യാത്ര, അങ്ങനെ പലതരം അനുഭവങ്ങൾ. എങ്ങനെ നമുക്ക് തുടങ്ങാം? എവിടെ നിന്നാണ് യാത്രയൊക്കെ മനസ്സിലേക്ക് കയറി വന്നത്? യാത്ര ഇപ്പോൾ പ്രതിവേട്ടം പറഞ്ഞു തന്നെയാണ്, യാത്രയെ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. സാഹചര്യങ്ങളും ബാക്കി കാര്യങ്ങളാണല്ലോ അതിൻ്റെ ഒരു തടസ്സം. ഞാനിവിടെ 2008 മുതൽ ബെർലിനുള്ള ആളാണ്. അപ്പോൾ ബെർലിനിൽ നമുക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് അതിനൊക്കെ ചെയ്യാനൊരു ചെറിയ അവസരം കിട്ടി. അപ്പോൾ ഞാൻ നാട്ടിലാദ്യം വണ്ടി മേടിച്ചു. സോളോ ആയിട്ടാണ് യാത്ര ചെയ്യാറ്. അധികം തനിയാണ് യാത്ര ചെയ്യുന്നത്. തനിയാണ് യാത്ര ചെയ്യാറ്. പിന്നെ ഞാൻ അധികം ഹോട്ടലൊന്നും താമസിക്കാറില്ല. ഞാൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടി തന്നെ ഒരു ചെറിയ ബെഡും സെറ്റപ്പും കുക്കിംഗ് സെറ്റപ്പും എല്ലാം അതിനെ തന്നെ ഉണ്ട്. നാട്ടിൽ എൻ്റെ അടുത്തൊരു ബൊലേറോ ആണുള്ളത്. ബൊലേറോ D8 പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഉപയോഗിച്ചാണ് ഞാൻ പോവാറ്. കേരളത്തിനെ പോലെ തന്നെയുള്ള സ്ഥലങ്ങൾ സൗദിയിലുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാനിടയായി. ഈ അടുത്താണ് ഇതൊക്കെ അറിഞ്ഞത്. കഴിഞ്ഞ 2-3 കൊല്ലത്തിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റിയത്. അന്ന് മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയും ഒന്ന് സൗദിയിലെ ബംഗ്ലാവൊക്കെ പോകണം. അങ്ങനെ ആഗ്രഹിച്ച ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു. നമ്മുടെ ബഡ്ജറ്റ് എല്ലാം നോക്കിയിട്ടല്ലേ വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പഴയ വണ്ടി എടുത്ത് ഇതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ട്രയൽ റണ്ണൊക്കെ ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി റെഡിയായി. ഈ തണുപ്പ് സമയത്താണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം നമ്മൾ ഓടിക്കുന്നത് പഴയ വണ്ടിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി എഞ്ചിനൊക്കെ പെട്ടെന്ന് ഹീറ്റ് ആവാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വിന്റർ സമയത്താണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് വണ്ടിക്ക് ഉണ്ടാവില്ല. AC ഇടണ്ട, മൈലേജ് കൂടുതൽ കിട്ടും, എഞ്ചിൻ ഒന്നും കൂടി പെർഫോം ചെയ്യും. അങ്ങനെ കഴിഞ്ഞ വിന്റർ എനിക്ക് സത്യം പറഞ്ഞാൽ മിസ്സായി തന്നെ പറയാം. ആ വണ്ടി എടുത്ത് ലാസ്റ്റ് മൊമെന്റിലാണ് എനിക്കത് കൊടുക്കേണ്ടി വന്നത്. പിന്നെ ഞാൻ ഫോർച്യൂണറാണ് ചൂസ് ചെയ്തത്. 2007 മോഡലാണ്. ആ വണ്ടി ചൂസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ പിക്കപ്പ് ഓടുന്നുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ സ്പെയർ പാർട്സ് ഈസിലി അവൈലബിൾ ആണ്. ഹൈലക്സ് പിക്കപ്പ് ചെയ്തും സെയിം എഞ്ചിനും സെയിം സ്പെയർസും ആണ്. നല്ല ടൊയോട്ട നല്ല റിലയബിൾ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു. അതിന് എനിക്കിതിപ്പോൾ 9 മാസമായി വണ്ടീൻ്റെ കയ്യിൽ. സൗദിയിൽ ഏത് ഭാഗത്തായിരുന്നു പ്രശ്നം? ഞാൻ ഇവിടുന്ന് മൊത്തം 3600 കിലോമീറ്ററാണ് ഡ്രൈവ് ചെയ്തത്. 5.5 ഡേയ്സ് ട്രിപ്പായിരുന്നു. ഇവിടെ നേരെ റിയാദിൽ പോയി. റിയാദിൽ നിന്ന് നമ്മൾ അബഹ പോയി. അബഹയിൽ നിന്ന് പിന്നെ മറ്റേ ബ്ലാക്ക് മൗണ്ടെയിൻസ്, വാദി ലജബ്, ആ ഒരു യമൻ്റെ സൈഡ്, യമനിലേക്ക് 10 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൗദി അറേബ്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടെയിൻ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അൽ സൗദ മൗണ്ടെയിൻ ആണ് സൗദിയിലെ ഹയസ്റ്റ് പീക്ക്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് റോഡ്. സ്നേക്ക് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹെയർപിൻ ബെൻസ് ആണ്. ആ റൂട്ടിൽ പോകണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അതുവഴിയൊക്കെ പോയി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കൗതുകരമായി തോന്നിയ ചില കാര്യങ്ങൾ, ഞാൻ വാദി ലജബ് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മുതൽ അവരുടെ ഭാഷ പോലും അറബിക്കിന്റെ ഭാഷ, എനിക്ക് അറബി സംസാരിക്കാൻ അറിയില്ല, പക്ഷെ അവരുടെ ഭാഷ വ്യത്യാസമുള്ളതാണ്. അവരുടെ ഡ്രസ്സ് ലുങ്കി പോലത്തെ, നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ പോലെ തന്നെ ലുങ്കിയൊക്കെ ചുറ്റിയിട്ടാണ് നടക്കുക. ആരും അറബി ഒറ്റ മനുഷ്യനെ ഞാൻ സൗദിയുടെ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ടില്ല. ഞാൻ മൂന്നാർ, നാലുമല, ഒരുവിധം എല്ലാ മൗണ്ടെയിൻസും പോയിട്ടുണ്ട്. എന്നാലും ഇവിടെ പോയപ്പോൾ, ഈ ബ്ലാക്ക് മൗണ്ടെയിൻ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്തോ എന്നെ പിടിച്ചവിടെ കുറച്ച് നേരം ഇരുത്തിന്നുള്ള. കാരണം ഇൻഫിനിറ്റി ആയിട്ട് ബാക്ക് ടു ബാക്ക് മൗണ്ടെയിൻസ് കണ്ടിന്യൂ ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് ഉയരത്തിലും ആ ഉയരത്തിന്റെ താഴെ കടല് പോലെ മൗണ്ടെയിൻ. ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നത്. കാരണം കറക്റ്റ് സൺസെറ്റ് സമയത്താണ് ഞാനവിടെ എത്തിപ്പെട്ടത്. കോസ്റ്റ് വളരെ കുറഞ്ഞ് ഓടുന്ന ഒരാളാണ് നിങ്ങൾ. അവിടെയൊക്കെ എങ്ങനെയാണ് താമസമൊക്കെ ഈ പറഞ്ഞ വാഹനത്തിൽ? എനിക്ക് സത്യത്തിൽ ഇപ്രാവശ്യം ഈ ട്രിപ്പിന് ഇത്രയും കറങ്ങിയിൽ എനിക്ക് ചിലവായത് ഒരു 70 BD 80 BD പെട്രോളിന് ചിലവായിട്ടുള്ളൂ. എന്റെ 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഞാൻ അതിൻ്റെമായ രീതിക്ക് വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഒരു 120 കോൺസ്റ്റന്റ് സ്പീഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് എനിക്ക് 600 കിലോമീറ്റർ അടുത്ത് എനിക്ക് ഫസ്റ്റ് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 70 BD 60-70 ആ ഒരു റേഞ്ചിലെ പെട്രോൾ ചിലവായിട്ടുള്ളൂ. താമസം ഞാൻ കാറിൽ തന്നെയാണ് കിടക്കുക. ഭക്ഷണം ഈ പറയുന്ന പോലെ ഭക്ഷണം ഞാൻ വെച്ചുണ്ടാക്കി കഴിയും. പിന്നെ വേറെ കാര്യമുണ്ട്, ഞാൻ ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിയും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അതും ഈ ഒരു യാത്രയുടെ ഭാഗം. അവിടെ പോയി ഉണ്ടാക്കി കഴിക്കാൻ മണ്ടതരാണ്. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ അവരുടെ കൾച്ചറിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ഭക്ഷണം തന്നെ കഴിക്കാറ്. ഇവിടെ ഞാൻ പോയപ്പോൾ എനിക്ക് കൗതുകരമായിട്ട് തോന്നി 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാവരും ആരെങ്കിലും ഒരു പിസ്റ്റൾ ഉണ്ടാവും, തോക്ക് ഉണ്ടാവും. അപ്പൊ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇനി വല്ല നേതാവോ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ ഒരു മറ്റേ വാദി ലജബിലേക്ക് പോണ വഴിക്ക് ഒരു കോൾഡ് സ്റ്റോർ കയറിയപ്പോൾ ഒരു മലയാളിനെ കണ്ടു. അയാൾ അവിടെ കട നടത്തുക, ട്രിവാൻഡ്രംകാരനാണ്. ഞാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അതായത് ഇതിനൊരു വലിയ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഫുള്ളൊന്നും അറിയില്ല. എങ്കിലും ഈ ജിസാൻ മൗണ്ടെയിൻസ് എന്നൊക്കെ പറയുന്ന സ്ഥലം യമന്റെ ഭാഗമായിരുന്നു പറയണത്. അത് എന്തോ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജിസാൻ, ആ ഫിഫ പറഞ്ഞ ഫിഫ മൗണ്ടെയിൻ എന്നൊക്കെ പറയും.
അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾ തീരുമാനിച്ചാണ് സൗദിയുടെ ഭാഗമായി ചേരാൻ. അങ്ങനെ എസ്റ്റിമേറ്റ് ഞാൻ പറയാണ്, അവര് സൗദിയായിട്ട് ചേർന്നപ്പോൾ ചില അഗ്രിമെന്റിലാണ് ഈ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ എന്നാണ്. പലത് സൗദിയിൽ ഒരാൾക്ക് പിസ്റ്റൾ വെച്ച് നടക്കാൻ പറ്റും. അപ്പോൾ അവര് അവരെടുത്ത് പുറത്തേക്ക് എടുക്കൊന്നുമില്ല, അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം. ഇനി ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ കണ്ടാലും അവരുടെ അരയിൽ ഒരു കത്തി ഉണ്ടാവും. നമ്മുടെ ഒമാൻ എംബ്ലം കണ്ടോ, ഇങ്ങനെ വളഞ്ഞ ഷേപ്പില്, അത് കൂട്ടൊരു കത്തി. അപ്പൊ ഞാനൊരു പയ്യനെ കണ്ടേ, അപ്പൊ കത്തിയാണ് ചോദിച്ചപ്പോൾ അത് എടുത്തപ്പോൾ പ്ലാസ്റ്റിക്കാ. സംഭവം എന്താ വെച്ചാൽ അതവരെ കൾച്ചറിന്റെ ഭാഗം. കുഞ്ഞു കുട്ടികളുടെ കയ്യിലും ഉണ്ടാവും അറിയില്ല സാധനം, വലിയൊരു കയ്യിൽ റിയൽ കത്തിയാണ്, അത് നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷെ കൊച്ചുങ്ങളെ പിന്നെ ഏറ്റവും രസം വെച്ചാല് അവരുടെ തലയിൽ വലിയൊരു കിരീടം ഉണ്ടാവും, നമ്മുടെ ബ്രൊക്കോളിയൊക്കെ പോലത്തെ ഒരു വലിയ ബൊക്കെ പോലെ പൂക്കള്, ഇവിടെ ഒരു പൂവ് ഇവിടെ ഒക്കെ ഭയങ്കര സ്മെല്ലത്. ഇപ്പൊ ഞാൻ ആദ്യം 1-2 പേരെ കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല ഫംഗ്ഷൻ ആയിരിക്കുന്നു. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ അപ്പൂപ്പന്മാരുടെ തലയിൽ വരെ ഈ സാധനം ഉണ്ടാവും, അതവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ തലയിലൊക്കെ ഉണ്ടാക്കി വെച്ച് തരുമൊക്കെ ചെയ്തു. ആദ്യത്തെ യാത്ര എപ്പോഴായിരുന്നു ഈ പറഞ്ഞ ലോങ് ട്രിപ്പ്? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യ വിട്ടിട്ടുള്ള ഒരു യാത്ര ബഹ്റിനാണ്. ബഹ്റിനിൽ വന്ന് ജോലി ചെയ്ത് ആദ്യത്തെ വെക്കേഷൻ പോണ സമയത്ത് ഞാൻ നേരിട്ട് നാട്ടിലേക്കല്ല പോയത്, അന്ന് മുതൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ആദ്യം അത് പൈസ എന്നും നമുക്കൊരു ഇതാണല്ലോ നമ്മളെ പോലെ ആൾക്കാർ. അപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് പോണ സമയത്ത് ശ്രീലങ്കൻ എയർലൈൻസ് വഴി ശ്രീലങ്കയിൽ കണക്ഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൊളംബോയിൽ ഇറങ്ങി. അവിടുത്തെ കുറെ ബുദ്ധ ആദ്യം ബഹ്റിൻ കഴിഞ്ഞു, ഇന്ത്യ ബഹ്റിൻ കഴിഞ്ഞ് ശ്രീലങ്കയിൽ നിന്ന് തുടങ്ങിയ യാത്ര. ബഹ്റിൻ നമ്മുടെ ഒരു രാജ്യം പോലെ ആയി. ഞാൻ ഇവിടെ 2008 വന്ന ആളാണ്. അപ്പൊ ഇത് ഒരു വേറെ കൺട്രി എനിക്ക് പറയാൻ തോന്നുന്നില്ല. ബഹ്റിൻ എന്ന് പറയുന്നത് ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ അധികം യാത്ര ചെയ്യാനും ഇല്ല, ഇവിടെ കുറവാണ്. അതെ, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതെ, ശ്രീലങ്കയിൽ ആദ്യം പോയി, അതിനുശേഷം ഞാൻ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, 17 രാജ്യം പോയി. ഗൾഫിൽ ഞാൻ 6 രാജ്യം, നമ്മുടെ ഗൾഫ് കൺട്രി മൊത്തം പോയി. പിന്നെ യമൻ പോയി തന്നെ പറയുന്നത്, യമന്റെ സലലിൽ നിന്ന് മിർബത്ത് വരെയും പോയി, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും പോയി, 2 കോർണറിലേക്കും പോയി. ഇതിന്റെ ഉള്ളിൽ കയറില്ല അറിയാലോ, യമനിൽ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും അവിടെ കുറെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ലേ? കാരണം പല സ്ഥലത്ത് തോക്കും ഇല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന പ്രതിഭയുടെ ഇപ്പൊ യാത്ര ചെയ്യുന്ന ഒരാളാന്ന് ഒരാൾക്ക് മനസ്സിലായാൽ അത് ഏത് ആൾക്കാരായിക്കോട്ടെ. ഇപ്പൊ നമുക്കൊരാളെ മനസ്സിലാവില്ല, ഇപ്പൊ നല്ലവരും ചീത്ത ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളതല്ലേ. പക്ഷെ ഒരു ട്രാവലറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു പരിഗണന ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ബ്ലാക്ക് മൗണ്ടൻ പോയ സമയത്ത് നോമ്പാണല്ലോ, നോമ്പ് സമയത്താണ് ഞാൻ പോയത്. അന്നായിരുന്നു നോമ്പ് ഈദ് കഴിഞ്ഞ ദിവസം. എത്ര പേര് എന്നെ ഫുഡിന് ഇൻവൈറ്റ് ചെയ്തെന്ന് അറിയാം. ഭയങ്കര സപ്പോർട്ടാ. ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ വന്നിട്ട് എന്നോട് അറബിയിൽ കുറെ സംസാരിക്കും, എനിക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ എല്ലാത്തിനും വളരെ സന്തോഷത്തോടെ ചിരിച്ച് അവരെ ഇതാക്കും, അവർക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലായിട്ട് അവർ വേറെ ഹിന്ദിക്കാരനെ പിടിച്ചിരുന്ന് തർജ്ജമ ചെയ്ത് പറയിപ്പിക്കും. ഇത് എന്റെ വീട് ഇവിടെ അടുത്തുള്ള, എന്റെ വീട്ടിലേക്ക് വരൂ, നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കാം. ഞാൻ ഒഴിവായി കഴിഞ്ഞാൽ പൈസയൊക്കെ തരും, ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല. പക്ഷെ അത്രയും നമ്മളോട് സ്നേഹം കാണിക്കും. ഈ സോളോ ട്രിപ്പ് എങ്ങനെയാണ് സാധിക്കുന്നത്? കാരണം കുടുംബം കൊണ്ട് ഇവിടെ കൊളംബസിന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചത് അന്ന് വിവാഹം കഴിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. എങ്ങോട്ടാ പോകുന്നില്ല ചോദ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ താങ്കൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും? തീർച്ചയായിട്ടും. എന്റെ സോജ പറഞ്ഞാല് ആളെ എന്നെ എന്താ പറയാ, എന്റെ എല്ലാ ഡ്രീംസിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ് സോജ. അപ്പോൾ അവൾക്ക് വിഷമങ്ങളുണ്ട്. ഇപ്പൊ സൗദിയിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാല് ബഹ്റിൻ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ സൗദിയുടെ ഒരു സൈഡ് പോയി മുട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയത്. അതായത് വെട്ടിയ പോലെ. അത് ഒരുപാട് ദൂരമാണ്. ഇവിടുന്ന് ഏകദേശം 1600-1700 കിലോമീറ്റർ അപ്പുറത്തല്ല. ഞാൻ ലൈവ് വ്യൂ, എൻ്റെ അടുത്ത് എയർ ടാഗ് ഉണ്ട്, അവൾക്കൊരു എയർ ടാഗ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എവിടെയാണെന്ന് സോജിക്ക് എപ്പോഴും അറിയാൻ പറ്റും, എനിക്ക് ഹോട്ട്സ്പോട്ട് നെറ്റിലെടുത്തോളം. അപ്പൊ അവൾ ഇത്തിരി ലോങ്ങിൽ പോകുമ്പോൾ അവൾക്ക് വിഷമമുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ സോളോ ട്രാവലിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രതിപടം ചോദിച്ചല്ലോ, അതിന്റെ സോളോ ട്രാവലിങ്ങിനകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അത് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹം. അതായത് നമ്മളിപ്പോൾ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ 2-3 സുഹൃത്തായിട്ടോ പോണതും അതൊരു ട്രിപ്പാണ്. പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് പോണതും ഒരു ട്രിപ്പാണ്. ഇപ്പം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, പോകണ വഴിക്ക് നമ്മൾ എവിടെയെങ്കിലും നിർത്തുന്നു. പക്ഷെ നമ്മുടെ മൈൻഡിൽ നമ്മൾ ആ ഹോട്ടലിൽ എത്തണം എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ഹോട്ടലിൽ പോകണം, ചെക്ക് ഇൻ ചെയ്യണം, കുളിക്കണം. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം ഞാൻ പോണ സ്ഥലത്ത് എവിടെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നു അവിടെ ചിലപ്പോൾ എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ തന്നെ അങ്ങ് വണ്ടി നല്ല സ്ഥലം നോക്കി ഒതുക്കിയിട്ടിട്ട് അവിടെ കറങ്ങി അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമുക്കൊരു ടാർഗറ്റ് പാടില്ല. നമ്മൾ യാത്ര പറഞ്ഞാൽ ദിവസമായിരിക്കണം ടാർഗറ്റ്. 10 ദിവസത്തെ യാത്ര എന്നേ പറയാൻ പാടുള്ളൂ. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്ന യാത്ര ഒരു അഗ്രിമെന്റ് പോലെയാണ്. ഓട്ടമായിരിക്കും. നമ്മൾ അവിടെ പോകും, അവിടുന്ന് ഇവിടെ പോകണം, അങ്ങനെയല്ല. ഞാൻ എപ്പോഴും നാട്ടിലായാലും വണ്ടിയായിട്ട് എല്ലാ വണ്ടിയിൽ അവിടെ എൻ്റെ അടുത്ത് ബൊലേറോ പോലെ അല്ലെങ്കിൽ ഇതുപോലെ കാരിയറും സോളാർ പാനലും വെള്ളം പെട്രോളും അല്ലെ എല്ലാ ഡീസലോ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയാണ് എല്ലാം കയ്യിൽ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പോയിച്ചാൽ 8 ദിവസത്തെ യാത്ര പറഞ്ഞിട്ട് ഞാൻ പുറപ്പെടുക. അപ്പം ഞാൻ ചിലപ്പോൾ റോട്ടിൽ കൂടി ഇപ്പോൾ ഒരു ഇതാണ് കൊടൈക്കനാലിലേക്ക് പോകുന്ന കരുതുക. കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റിലും റൈറ്റിലും പ്രതിപേട്ടം പോയിട്ടില്ലേ പല സ്ഥലത്തും. പോകുന്ന വഴിക്ക് പ്രതിപേട്ടൻ ലെഫ്റ്റിലും റൈറ്റിലും കാഴ്ചകൾ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടില്ലേ? പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? നിങ്ങൾ പോകുന്നത് കൊടൈക്കനാലിലേക്ക് ആയിരിക്കും. നിങ്ങൾ പറയും എന്ത് രസമല്ല അവിടെ. ഇവിടെ
പക്ഷെ നിങ്ങൾ അവിടെ പോവില്ല. നിങ്ങൾ ചിലപ്പോൾ കൊടൈക്കനാലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും പോയാൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുക, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അവിടെയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇപ്പോൾ ഒഴിവാക്കും. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് അതിനകത്ത് പോയി വണ്ടി ഇട്ട് അവിടുത്തെ സ്ഥലം എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് യാത്ര തുടരാറുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ ഒരു കേസ്, സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അഡിക്ഷനായി പോകും നിങ്ങൾ. ഭയങ്കര അഡിക്ഷനാണ് സോളോ ട്രാവൽ. കാരണം നിങ്ങൾ ഒരു 2 ആളോ 3 ആളായിട്ട് പോകുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കും. നിങ്ങൾ എന്ത് സംസാരിക്കും? നിങ്ങൾ നിങ്ങളുടെ ജോലിനെ കുറിച്ചോ, വീട്ടിലെ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ബിസിനസ്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കും. ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ 4 പുറമെ ശ്രദ്ധിക്കില്ല. നിങ്ങളെ സംസാരം ഫോക്കസ് ചെയ്യും. എൻ്റെ കൂടെ ആരും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റിയറിങ്ങും റോഡും ലെഫ്റ്റും റൈറ്റിലെ സ്ക്രീനേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഒബ്സർവ് ചെയ്തോട്ടാണ് പോവുക. മാക്സിമം നമ്മൾ നോക്കും, ശ്രദ്ധിക്കും, നമ്മൾ ആ സ്ഥലങ്ങളെ കുറിച്ച് ചിന്തിക്കും. പലതും നമ്മൾ അതിനെക്കുറിച്ച് അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചും നമ്മൾ നന്നായി ഒബ്സർവ്, നന്നായി റെക്കോർഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ യാത്ര ചെയ്യണം. മാത്രമല്ല ഇന്ന് ടെക്നോളജി ഉള്ളതുകൊണ്ട് കുറെ കൂടി എളുപ്പമാണ്. പണ്ടത്തെ പോലെ വഴി അറിയാനും ഗൂഗിൾ മാപ്പും മറ്റൊക്കെ ഉള്ളതുകൊണ്ടല്ലേ? തീർച്ചയായും ഗൂഗിൾ മാപ്പ് പ്രത്യേക ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ഗൂഗിൾ മാപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് തന്നെയാണ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും സാറ്റലൈറ്റിലെ ലാഞ്ചിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കിയിട്ട് നമ്മൾ ലൊക്കേഷൻ ട്രാക്കിന് സംഭവമുണ്ട്. പക്ഷെ എൻ്റെ ഒന്നും ആവശ്യം എനിക്കുണ്ടായില്ല. ഗൂഗിൾ മാപ്പ് ഇസ് ഓക്കെ. എല്ലായിടത്തും ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. ഞാൻ പോയ എല്ലാ സ്ഥലത്തും. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ റിസ്കുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ യാത്ര ചെയ്ത സമയത്ത് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഫെയിലിയറായി. ഞാനൊരു മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. നല്ല ഉയരമുള്ള മൗണ്ടെയിൻ ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ, ഡ്രൈവിംഗ് ഗിയറിൽ നമ്മൾ വണ്ടി ഓടിക്കുക. ഇറക്കത്തിൽ ബ്രേക്കിൽ കാല് ചവിട്ടിയിട്ടേ വന്നപ്പോൾ ബ്രേക്ക് ഓയിൽ ചൂടായി, ബ്രേക്ക് ഫെയിലിയറായി. പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ പാർക്കിംഗ് ഗിയർ ഇട്ടിട്ടാണ് വണ്ടി നിർത്തിയത്. പിന്നെ ബ്രേക്ക് കുറച്ച് നേരം വിട്ടപ്പോൾ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ആയി, വണ്ടി എടുത്തു പോകുന്നു. ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷനിൽ. പിന്നെ വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് വണ്ടി കയറ്റം കയറുമ്പോൾ, പഴയ വണ്ടിയല്ലേ, അതിൻ്റെതായ വണ്ടി കയറിയില്ല. ഞാൻ അവിടെ വെച്ച് മെക്കാനിക്കലി ഇതെല്ലാം അഴിച്ചിട്ട്, ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഫോണിലുണ്ട്. അറേബ്യൻ ഓഫ് റോഡേഴ്സ് ക്ലബ്ബിലെ മെമ്പറാണ് ഞാൻ, സൗദി അറേബ്യയിൽ. അവർ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമെങ്കിൽ അവർ മെക്കാനിക്കൽ പിന്നെ ഞാൻ 3 ക്ലബ്ബിലെ മെമ്പറാണ്. തീർച്ചയായും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബൊലേറോ ക്ലബ്ബ് പറഞ്ഞൊരു ക്ലബ്ബിലെ മെമ്പറാണ് കേരളത്തിൽ. ഞാൻ കേരളത്തിലെ ഏത് ജില്ലയിൽ പോയാലും എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും താമസിക്കാൻ മുതൽ എല്ലാം, അത് വലിയൊരു കഥയാണ് അത്. കാരണം ഒരു വലിയ ഫാമിലിയാണ്. ബൊലേറോ ഇല്ലാത്ത ആരുമില്ല. ഓടിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, ഭയങ്കര കൂട്ടായ്മ. ബൊലേറോ ക്ലബ്ബൊക്കെ ഭയങ്കര സ്ട്രോങ്. കാരണം ഞാൻ ഇപ്രാവശ്യം ഒരു 14 ഡേയ്സ് യാത്ര പോയി. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 14 ദിവസത്തെ യാത്രയായിരുന്നു. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാനിങ്ങനെ ആ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടും. അപ്പൊ തന്നെ ആരെങ്കിലും അവിടെ എത്തും. എന്റെ വണ്ടി കേടായപ്പോൾ അവർ ഒരാളെ നിർബന്ധിച്ച് വീട്ടിൽ, ഒരാളല്ല പലരും പലരെ വീട്ടിലെ താമസിപ്പിച്ചത്, സമ്മതിക്കില്ല. അത്രയും സ്നേഹം, സൗഹൃദമാണ്. ആ ഒരു കോണ്ടാക്ട് ഭയങ്കര. ഇവിടെ അതേപോലെ അറേബ്യൻ ഓഫ് റോഡേഴ്സ് ക്ലബിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബഹ്റിൽ അങ്ങനെ ക്ലബില്ല. സൗദിയിൽ അടിപൊളി ക്ലബ്ബാണ്. അവര് നല്ല സപ്പോർട്ടീവാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ധാരാളം ഭക്ഷണമൊക്കെ കഴിക്കണ്ടാവും ഈ സമയത്തൊക്കെ. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ പല രാജ്യങ്ങളിൽ പോയപ്പോൾ? ഞാൻ ഏത് രാജ്യത്ത് പോകണം അവിടുത്തെ ഭക്ഷണം എനിക്ക് ഇഷ്ടം. അതിന് ഏതായാലും ശരി, അത് നമുക്ക് പറയാലോ മറ്റുള്ളവരോട്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ട്, ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ കൾച്ചർ ധാരാളം പഠിക്കാം അല്ലെ, സംസ്കാരം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ പോയ സമയത്ത് ഞാൻ കണ്ട കാഴ്ചയിൽ ഈ തലയിൽ പൂവായിട്ടുള്ളതും, അതേപോലെ അവരുടെ അരയിലത്തെ ഈ കത്തിയും, അതേപോലെ സൗദിയിലൊക്കെ ഭാഷ പ്രശ്നമായിരുന്നോ? ഇല്ല, ഭാഷ എനിക്ക് അങ്ങനെ പ്രശ്നമായി തോന്നിയിട്ടില്ല. നമ്മളെ സംസാരം ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ആംഗ്യ ഭാഷ പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ, അത് യൂണിക്കാണല്ലോ വേൾഡില്. അത് ഇപ്പൊ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം, അവിടുന്ന് എങ്ങനെയാണ് ഈ ഒരു യാത്ര മനസ്സിൽ കയറുന്നത്? എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ യാത്ര പറഞ്ഞാൽ, ഞാൻ മദ്രാസിലായിരുന്നു, പഠിച്ചതൊക്കെ മദ്രാസിലായിരുന്നു. അപ്പോൾ എൻ്റെ വീട് ചെർപ്പശ്ശേരി ആകുമ്പോൾ നമ്മൾ സ്കൂൾ വെക്കേഷൻ നാട്ടിലേക്ക് വരും. അപ്പോൾ ട്രെയിനിലാണല്ലോ വരിക. അതാണ് വലിയ യാത്ര. അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, ട്രെയിൻ ലേറ്റ് ആവണേ. അപ്പോൾ ട്രെയിൻ എന്താ വെച്ചാൽ ഞങ്ങൾ രാത്രി കയറും, പുലർച്ചെ പാലക്കാട് എത്തും. അപ്പോൾ ഇരുട്ടിലൊന്നും കാണാൻ പറ്റില്ല. ട്രെയിൻ ഡിലേ ആയി കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് എത്താൻ ചിലപ്പോൾ ഒരു 10 മണിയാവും. അപ്പൊ രാവിലെ സമയത്ത് ട്രെയിൻ ഓടാം. അങ്ങനെയാണ് നമ്മുടെ ഒരു കുറച്ചു നേരമൊക്കെ നമ്മൾ കണ്ടുവരാം. അങ്ങനെ തുടങ്ങിയ ആഗ്രഹമില്ല. പിന്നെ കോയിൻ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടം. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരാൾ പാഷനാണ് തോന്നുന്നത്. എന്റെ അച്ഛനമ്മൊന്നും അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ല. സത്യം പറഞ്ഞാൽ എങ്ങോട്ടും പോയിട്ടില്ല. ഞാനാണ് പിന്നെയും ഇവിടെ എത്തിയതിനു ശേഷം അച്ഛനായാലും അമ്മയിലും എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളത്. അവർക്കായിട്ട് അങ്ങനെ ഒരു വലിയ പാഷനോ എന്റെ ചെറുപ്പകാലത്ത് അങ്ങനെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. ഇല്ല. ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതോടുകൂടി ബ്ലോഗിംഗ് ചെയ്യുന്നു, താങ്കൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫോളോവേഴ്സ്? യൂട്യൂബ് ചാനലുണ്ട്, ദാസ് VK വ്ളോഗ്സ് എന്നാണ് എന്റെ ചാനലിന്റെ പേര്. അപ്പോൾ എനിക്ക് നേരത്തെ ഇതിനെ കുറിച്ചൊന്നും അറിയണ്ടായില്ല. പ്രതിഭടനല്ല, 2014 നമ്മൾ ട്രിപ്പ് പോയപ്പോഴേ എനിക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്കറിയില്ല. പിന്നെ തോന്നി നമ്മൾ കാണുന്ന കാഴ്ചകള് നമുക്ക് തന്നെ വല്ലപ്പോഴൊക്കെ കാണാം. ഞാൻ ഇപ്പോൾ വീട്ടിലൊക്കെ ബോറടിക്കുമ്പോൾ ചിലപ്പോൾ 2 കൊല്ലം മുന്നേ ഞാൻ പോയി ട്രിപ്പൊക്കെ നിട്ട് കാണുമ്പോൾ അന്നത്തെ ഫ്രണ്ട്സ്, അന്നത്തെ കണ്ട ആൾക്കാരുടെ ഓർമ്മകള്, നമ്മുടെ യാത്രത്തെ അനുഭവം, നമ്മളും ഓരോ കൊല്ലം പോകുന്നതോറും നമുക്കും നമ്മുടെ ഇതെല്ലാം മാറി വരികയല്ലേ. ഈ വാഹനത്തിന് ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പെർമിഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ബഹ്റൈനിനെ സംബന്ധിച്ചിടത്തോളം
ഒരു ഓവർലാൻഡിങ് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോലീസുകാരുടെ അടുത്ത് കൂടെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ സൗദി പോയപ്പോൾ എന്നെ 1-2 സ്ഥലത്ത് പോലീസുകാർ നിർത്തിച്ചു. ലൈറ്റ് എനിക്ക് എക്സ്ട്രാ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവും. നിയമം തന്നെയാണല്ലോ, നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് അനാവശ്യമായിട്ട് ഓടിക്കാറൊന്നുമില്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ പോലീസുകാർ നിർത്തിയിട്ട് അവർ ലൈറ്റ് ഇട്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരിട്ടിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞു വിട്ട്. കേരളത്തിൽ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയിൽ എക്സ്ട്രാ ലൈറ്റൊക്കെ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ചെന്നൈയിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ലൈറ്റൊക്കെ എനിക്ക് അത്യാവശ്യമാണ്. കേരളത്തിൽ പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആന പോലും റോഡ് കൂടി നടന്നു പോകും. ആ ഒരു അമ്പലത്തിലൊരു പൂരം ഉണ്ടെങ്കിൽ റോഡിൽ ആന നടന്ന ഒരു റിഫ്ലക്ടർ ഒട്ടിച്ചിട്ടൊന്നുമല്ല പോവുക, അവർ സൈഡിൽ കൂടി പോയി ചെയ്യുക. ആന കറുപ്പ, അതിൻ്റെ ഒരു സൈസ് എത്ര. നമ്മൾക്ക് സ്പീഡിൽ വരുമ്പോൾ തിരുവിലൊക്കെ നിന്ന് അപ്പോൾ ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് നല്ല വെളിച്ചുണ്ടെങ്കിൽ നമുക്ക് ദൂരത്ത് നിന്ന് ആനനെ കാണാം. ഞാനെന്ന് പറയുന്നത് ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമല്ല, അതുകൂട്ട് ഒരുപാട്. പക്ഷേ ഞാൻ ചെന്നൈ പോയ സമയത്ത് ഈ ഫോഗ് ലാമ്പൊക്കെ എനിക്ക് നാണക്കേടായി. ഒരൊറ്റ ആളുടെ വണ്ടിയിൽ ഈ ലൈറ്റ് ഇല്ല. നമ്മുടെ വണ്ടിയിൽ ഈ ഫോഗ് ലാമ്പ് ഉള്ളപ്പോൾ നമുക്കതൊരു മോശമായി തോന്നി. ഞാൻ അയച്ചു വെച്ചാലെന്നൊരു വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ നാട്ടിലെ ആൾക്കാർ ഫോഗ് ലാമ്പൊക്കെ എക്സ്ട്രാ വെക്കുന്നത് ഒരിക്കലും ആഡംബരത്തിനോ അതിന് വേണ്ടിയിട്ടല്ല, ഗതികേട് കൊണ്ട് തന്നെയാണ്. ഈ പറഞ്ഞ വെളിച്ചം ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബൊലേറോനകത്ത് 2 ഫോഗ് ലാമ്പ് ഉണ്ട്, എക്സ്ട്രാ ലൈറ്റൊക്കെ ഉണ്ട്, ബാർ ലൈറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ ചെന്നൈ പോയിട്ട് ഞാൻ 3 ദിവസം അവിടെ പോയപ്പോൾ ഒരൊറ്റ പോലീസിൽ എന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്തപ്പോൾ എന്നെ പലപ്പോഴും ചെക്കിംഗ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അവിടെ ലൈറ്റിന്റെ ആവശ്യം, ഹെഡ് ലൈറ്റിന് വേണമെങ്കിൽ ഈ കേരളത്തിൽ വരുന്നുണ്ട് ഒരു ഹൈവേ വികസനം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കുറെ ലൈറ്റിംഗ്. ഹോപ്പ്ഫുള്ളി ദൈവം അനുഗ്രഹിച്ച് കേരളത്തിൽ അതൊക്കെ വന്നാൽ ഒരുപാട് അപകടങ്ങൾ കുറയും. കാരണം ലൈറ്റ് എന്നല്ല, നമ്മൾ ഈ ലൈറ്റ് പറഞ്ഞാൽ വളരെ അത്യാവശ്യം ഒരു കാര്യമാണ് വണ്ടി ഓടിക്കുമ്പോഴേ. കേരളത്തിലെ റോഡ് പറഞ്ഞാൽ നമ്മളൊരു കുന്നും ചെരുവായിട്ടുള്ള രാജ്യമാണല്ലോ, ഒരു സ്റ്റേറ്റ് ആണല്ലോ, സോറി. അതിൽ നമുക്ക് ഒരുപാട് ഹെയർ പിൻ ബെൻഡും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. സാധാ എൻ്റെ നാട്ടിലടക്കം എത്രങ്ങാനും വളവുകളാണെന്ന് അറിയോ. ഈ വളവിലൊന്നും പ്രോപ്പർ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? എൻ്റെ കമ്പനി നമുക്ക് ഇതുവരെ നമുക്ക് ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ബോസൊക്കെ വളരെ, ഞാൻ അബ്ദുൾ റഹ്മാൻ ജുമാ സാറിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബോസ് ജുമാ സാർ, ഒരു ബോസ് സൈപ്രസ് സാറിനാണ്, മാരിയോ സാറാണ്. അപ്പോൾ അവരങ്ങനെ എനിക്ക് എതിർച്ചൊന്നുമില്ല. മൗനം സമ്മതം എന്ന് പറഞ്ഞ പോലെ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ജുമാ സാറൊക്കെ വളരെ സപ്പോർട്ടാണ്. എന്തായാലും ദാസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ചെറിയ കാശിന് പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.